ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല കേട്ടോ. ആദുട്ടിക്ക് പനിയാണ്, നിലത്ത് കിടക്കാൻ ഭയങ്കര മടി. ഞാൻ വിചാരിച്ചു ഉണ്ണിക്കുട്ടൻ്റെ കിളിക്ക് തീറ്റയില്ലായിരുന്നേ, ലവ് ബേർഡ്സ് ഉണ്ണിക്കുട്ടൻ്റെ തീറ്റയില്ലായിരുന്നു. ഞാനൊന്ന് തിന്നാൻ ഇട്ടിട്ട് കൊടുത്താലോ എന്ന് വിചാരിച്ചിങ്ങ് വന്നാണ്. അതെ, ഒച്ച കേട്ടാൽ മതി, കരയൂ കേട്ടോ. പിന്നെ നമ്മുടെ മീനാണ്, ഉണ്ണിക്കുട്ടൻ്റെ മീനൊക്കെയാണ് കേട്ടോ. അത് മൊത്തം മീനാണ്. അതുട്ടി ഇവിടെ ഉണ്ട്, അതുട്ടി കിടക്കുന്നു. നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ സൈക്കിൾ സീറ്റൊക്കെ പോയി തോന്നുന്നു. എന്തോ പൊട്ടിയിട്ട് അങ്ങോട്ട് ബെൽഡ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ ഉണ്ണിക്കുട്ടൻ ഇവിടെ ഇല്ല. ഉണ്ണിക്കുട്ടൻ നാളെ വരുള്ളൂ. നാളെ ഉച്ചയാകുമ്പത്തെ ഉണ്ണിക്കുട്ടൻ വരും കേട്ടോ. നാളത്തെ കഴിഞ്ഞോട്ട് സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്, അപ്പോൾ നാളത്തെ കഴിഞ്ഞേ വരുള്ളൂ. അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അതുട്ടി അവിടെ കിടപ്പുണ്ട്. അതുട്ടിക്ക് കിടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. മൂക്കടപ്പും ജലദോഷമൊക്കെ ആയതുകൊണ്ടാണ്. പനി കുറഞ്ഞു കേട്ടോ. പനി കുറഞ്ഞപ്പോൾ നന്നായിട്ട് മൂക്കടയുന്നുണ്ടാക്ക്. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. ഞായറാഴ്ചയായിട്ട് മാളുകൊച്ചു പഠിക്കുവാണ് കേട്ടോ. എക്സാം അല്ലേ, അപ്പോൾ മാളൂന് നേരത്തെ തീർത്ത് വെച്ചെങ്കിലും ഒരു സമാധാനം ആകുള്ളൂ. ഉണ്ണിക്കുട്ടൻ നേരെ തിരിച്ചും പരീക്ഷണത്തിൻ്റെ തലേന്ന് മാത്രമേ ഉണ്ണിക്കുട്ടൻ പഠിക്കത്തുള്ളൂ കേട്ടോ. പക്ഷെ മാളു നേരത്തെ എല്ലാം തീർത്ത് വയ്ക്കും. അങ്ങനെ സ്നഗ്ഗിയും കൂടി കൊറിയർക്കാർ ഇങ്ങോട്ടായിരിക്കുന്നു. സ്നഗ്ഗി ഓർഡർ ചെയ്തതുണ്ട് കേട്ടോ. പക്ഷെ ആൾ ചിരിച്ചോണ്ടാണ് വന്നത്. ചോദിച്ചു സ്നഗ്ഗിയും കൊണ്ട് ഇങ്ങോട്ടായിരിക്കും വരുന്നതെന്ന് വിചാരിച്ചപ്പോൾ അല്ല, ആൾ നേരെ പോയി കേട്ടോ. അപ്പോൾ അത് വേറെ ആർക്കോ സ്നഗ്ഗിയാണ്. പിന്നെ നമ്മുടെ റിനാസൊക്കെ അവിടെയുണ്ട്, അവിടെ ഇരിക്കുന്നു. ഉണ്ണിക്കുട്ടനില്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ നിറച്ച് പിള്ളേരൊന്നുമില്ല കേട്ടോ. അവിടെ പോവാ, ഹായ് എടുക്കൂ, ഇങ്ങോട്ട് വാ. കാണുന്നുണ്ടോന്ന്? കാണുന്നൊക്കെ ഉണ്ട്. നീ അവിടെ പോവാ, കിടക്കോ? എന്തിന്? മുട്ട വാങ്ങാൻ പോകുന്നു. മുട്ട എന്തൊക്കെയുണ്ട്? പരീക്ഷയ്ക്ക് മൊത്തം പഠിച്ചേ കഴിഞ്ഞോ? പഠിച്ചു കഴിഞ്ഞോ മൊത്തം? പള്ളിയിലല്ലടാ, സ്കൂളിൽ ഓണപ്പരീക്ഷല്ലേ? ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. ശരി, നിൽക്ക്, എനിക്കൊരു സാധനം വാങ്ങണം. കടയിലൊന്ന് അവനെ കൊടുത്തു വിട്ടേട്ടോ. അതുട്ടി ഇവിടെ കാണത്തില്ലായിരിക്കും, ഇത് കിടപ്പുണ്ട്, കാണിച്ചു തരാവേ. പിന്നെ ഞാൻ കുറച്ച് നേരേ അതുവിൻ്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് നോക്കിയതാണ്, ഡേറ്റ് കഴിയാനായതാണെന്നൊക്കെ നോക്കിയതാണ് കേട്ടോ. മാളുകൊച്ചി ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. മാളുകൊച്ചി തലമുടി ഒന്നും കെട്ടിയിട്ടില്ല. പഠനം. എന്ത് അപ്പം അതുകൊണ്ട് മാളുകൊച്ചിനെ കാണിക്കുന്നില്ല. നമ്മൾ വീണ്ടും പുറത്തേക്ക് പോകുവാണ്. ഇവിടെ ഒരു ആദൂട്ടി കിടക്കുന്നുണ്ട്. ആൾക്ക് ഞാൻ ബെഡൊക്കെ വിരിച്ച് നല്ല ഇത് മെത്ത പോലെ ആക്കി കൊടുത്താണ്. പക്ഷെ ആൾ മൊത്തം നശിപ്പിച്ചു. ആദൂട്ടി കിടക്കുന്നു. ചിരിക്കുവോ? ഇതുണ്ടോ, ഫുള്ള് പുതപ്പാണ് കേട്ടോ. ഞാൻ 2 പുതപ്പിനകത്ത് തട്ടി പൊത്തിയൊക്കെ കുഞ്ഞുവാവേനെ കിടത്തിയതാണ്. പക്ഷേ കുഞ്ഞുവാവ നേരെ വിപരീതമായിട്ട് പുതപ്പിൻ്റെ അടിയിലൊക്കെ പോത്. കുഞ്ഞുവാവേണോ? എന്തൊക്കെയുണ്ട് വിശേഷം പറ. സാറിന് പനിയൊക്കെ കുറഞ്ഞോ? പിന്നെ ആദൂട്ടി ഞാൻ വലിയ പുതപ്പൊക്കെ ഇട്ട് കൊടുത്താലും എല്ലാവർക്കും സംശയം ഉണ്ടാവും, വലിച്ച് മുഖത്തിടുമെന്നൊക്കെ. ഇല്ല കേട്ടോ, വലിച്ച് മോന്തയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അന്നേരം അമ്മ എന്നുള്ള വിളി എനിക്ക് ഇവിടുന്ന് വരും. പിന്നെ ഞാൻ ഓടി വന്നിട്ട് എടുത്താൽ മതി കേട്ടോ, പുതപ്പ് മാറ്റിയാൽ മതി. പിന്നെ ഞങ്ങളങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ ഒരാൾ ആദൂട്ടീനെ ഫുള്ളായിട്ട് ശ്രദ്ധിക്കാനുണ്ടാവും. ഞാൻ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ മാളുകൊച്ച് നോക്കും, മാളുകൊച്ച് പഠിക്കുവാണെങ്കിൽ ഞാൻ നോക്കും. ഇത്രയും നേരം ഞാൻ അടുക്കളയിൽ പണിയായിരുന്നപ്പോൾ ആദൂട്ടി ഉറങ്ങി. അപ്പോൾ ആദൂട്ടി എണീറ്റപ്പം ഞങ്ങളുടെ പണി ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അല്ല പൊന്നാ, പൊന്നുമണി, നമ്മുടെ പൊന്നുമണി ഏതാ? ഇടാണോ? പിന്നെ ഇത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ മീനാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് പേരേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഉണ്ണിക്കുട്ടനുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കൊണ്ടുപോയി നടക്കുവേ. അപ്പോൾ എനിക്കിതിനെല്ലാം കൂടി എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഇതേ മീൻ പോന്നു. അതുട്ടിക്ക് കാണാൻ വേണ്ടി ചേട്ടൻ കൊണ്ടേ കൊടുത്തേക്കുന്നതാണ്. ചേട്ടൻ എന്താ മാളോ? അപ്പം ഇതാണ് മീൻ. മാളൂന് പിന്നെ ഇങ്ങനത്തെ പരിപാടിനോടൊന്നും വലിയൊരു താല്പര്യമില്ല കേട്ടോ. മീൻ വളർത്തൽ മാളൂനൊരു സമയമില്ല, അതാണ്. ഇന്നലെ ഞങ്ങൾ പുറത്തു ഇറങ്ങിയപ്പോഴേ
അത് ഞാൻ പറയാം, അതുട്ടിനെ എടുത്തുകൊണ്ട് പറയാം കേട്ടോ. രാവിലത്തെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചേക്കുവാണ്. ചേട്ടൻ ഇവിടെ കിടന്ന് അമ്മേനെ നോക്കുന്നുണ്ട്, മീൻ കാണുന്നുണ്ട്. സുന്ദരനാ അമ്മയുടെ സുന്ദരൻ. പനി മാറിയാ? ചുമ്മാ പറയോ പനി മാറി, ജലദോഷമില്ല, ചുമയില്ല, ഒന്നുമില്ല, എന്നിട്ട് പറയാ ഊക്കൂന്ന്. കൂക്കൂന്ന് നുണ പറയുന്നോ കള്ളക്കൂട്ട നമ്മുടെ പൊന്നും കൂടെ. ചേച്ചിപ്പേണ് അവിടെ ഇരുന്ന് ഉണ്ണീനെ എന്തോ ആദൂട്ടിനെ എന്തോ തിന്ന് കാണിക്കുന്നുണ്ട്. എന്നതാണ് കൊച്ചിനെ കാണിക്കുന്നേ? വേണ്ട, ഡോണ്ടു. മാളൂൻ്റെ വേഷം ഒട്ടും കൊള്ളിയല്ല കേട്ടോ. മാളൂനൊരു സ്വഭാവമുണ്ട്, ഒരു ജോഡി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് കരിമ്പിനടിക്കുന്നവരെ വരെ അത് മാത്രമേ എടുത്തുള്ളൂ. ബാക്കി ഡ്രസ്സൊക്കെ പിന്നെ എടുത്തങ്ങ് മാറ്റി വെക്കൂ കേട്ടോ. അപ്പോൾ മാളു ഇന്ന് അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അല്ലേ പൊന്നെ? രാവിലെ ഭയങ്കര മഞ്ഞായി തുടങ്ങി കേട്ടോ. മാളു ഇന്ന് എണീറ്റപ്പോളേ ഭയങ്കര മഞ്ഞായിരുന്നു, മൊത്തം മഞ്ഞ്. വാ. ദേഷ്യം വന്നു. അയ്യേ പൂക്കൾ കാണുന്നു, തുണി കത്തിയിട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞൊരു കോലുമുട്ടായിയൊക്കെ ഉണ്ട്, നമുക്ക് തന്നാലോ എന്നൊക്കെ ചോദിച്ചു. ഇത് ഇന്നലെ അതുട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആൻറ്റീനെ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി ഓടിക്കൊണ്ടുപോയി കൊടുത്തതാണ് കേട്ടോ. എന്തോ ഒരു സ്നേഹമെന്നറിയാമോ, കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഓടി വന്നേ. എന്തോ ഞാനങ്ങ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. എവിടെ പോയാലും നമ്മളെ അറിയുന്ന ആരെങ്കിലും ഒരാളുണ്ടാവും. അപ്പോൾ ഒരുപാട് സന്തോഷമാണേ. അതൊക്കെ നമ്മൾ ചാനൽ തുടങ്ങിയത് കൊണ്ട് മാത്രം കിട്ടിയതാണ്. അതുകൊണ്ട് സ്നേഹിക്കാൻ ഒരുപാട് ദൂരം അല്ലേ. അയ്യോ മാറി കേട്ടോ, ജലദോഷം കുറഞ്ഞു, മൂക്കടപ്പുണ്ട്. ഞാൻ മൂക്കടപ്പ് മാറിയെങ്കിൽ എന്തായാലും കുറച്ച് ദിവസം പിടിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു ആൻറ്റീനെ കണ്ടു. ആൻറ്റി ഓടി വന്ന് ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചു, അതിനെ കുറേ നേരം കളിപ്പിച്ചു. അവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതുട്ടിനെ കാണുമ്പോഴത്തേക്കും. അല്ലേ പിന്നെ ഇന്നലെ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങി, എണീറ്റു. കുത്ത് പിടിച്ചേ, അപ്പോൾ കുത്താണ്. പനി വന്നാൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ, ഫുൾ ടൈം കയ്യിലാണ്. ഫുൾ ടൈം കയ്യിൽ. ഒരാൾ മാറി, മാളു മാറിയാൽ അമ്മ മാറിയാൽ മാളു, ഇത് മാറിയാ ചേട്ടൻ. ഈ പ്രാവശ്യം ശരിക്കും പനി വന്നു കഴിഞ്ഞപ്പോൾ മാളു കൊച്ച് ആശുപത്രിയിലൊക്കെ വന്നു. പക്ഷേ രാത്രിയിൽ ഉണ്ണിക്കുട്ടനുണ്ടെങ്കിൽ മാളു വേറെ റൂമിലല്ലേ, ഉണ്ണിക്കുട്ടനുണ്ടെങ്കിൽ പയ്യെന്ന് പറഞ്ഞിട്ടുണ്ടേ അയ്യോ എന്ന് വെച്ചോണ്ടിരിക്കുവേ. കൊള്ളു ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ എന്ന് വെച്ചോണ്ടിരിക്കും ഉണ്ണിച്ചേട്ടൻ ഉറക്കത്തിൽ. അപ്പോൾ ഈ പ്രാവശ്യം മാളു ചേച്ചി എന്ന് വെച്ചില്ല. മാളു ചേച്ചി ഞങ്ങൾ പനിച്ചതോറും അറിഞ്ഞില്ല. മാളു ചേച്ചി എപ്പോഴോ ഏതോ സമയത്താണ് കിടന്നുറങ്ങിയത്. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് 29-ാം തീയതി അല്ലേ മാളു? 29-ാം തീയതി അല്ലേ നമ്മൾ പോകുന്നത്? 29-ാം തീയതി സ്കൂൾ അടിച്ച് കഴിഞ്ഞിട്ട് നീ എന്താ ഇവിടെ ഇട്ടേക്കുന്ന വായിൽ നീര് പോലെ വല്ലവനുണ്ടോ? ഇല്ല. മെല്ലെ പറ. ഒരു തടിപ്പ് പോലെ ഉണ്ട്, നോക്കിയൊന്ന് നമ്മൾ നോക്കാം. തോന്നില്ലേ? മാളുവിൻ്റെ ഇവിടെ ഒരു നീര് പോലെ കേട്ടോ. നിനക്ക് എപ്പോഴാണ് തോന്നിയേ? അപ്പം ഞാൻ പറഞ്ഞപ്പോഴാണ് തോന്നിയത്, അതുവരെ അവള് തോന്നിയത്. അവിടെ ഉണ്ട് കണ്ണാടിയിലൊക്കെ തോന്നി. മുഖമൊക്കെ ചീകി വെക്കടി മാള. സുന്ദരനായി ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ. സുന്ദരനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമോ ചുന്ദരൻ ബാബനെ. കണ്ണാലക്കണ്ണി അല്ലേ. പിന്നാളൊരു കൊച്ചു ഓടി വന്നു നമ്മുടെ അടുത്ത്. ഇന്നലെ ഒരു ചേച്ചി ഓടി വന്നു. അതുട്ടിൻ്റെ ഫാനേ ഒന്ന് നോക്കട്ടെ. മാളുവിൻ്റെ ഇവിടെ ഒരു തടിപ്പ് പോലെ കേട്ടോ, പല്ലിൻ്റെ എങ്ങനെ ആയിരിക്കും. അപ്പോൾ വന്നെ വേദന വന്നോളൂ. ദൈവമേ പരീക്ഷയാ, വേദന വരണ്ട. തലനീരെന്തെങ്കിലും ഇറങ്ങിയതായിരിക്കും. ചെറുതായിട്ട് വേദനയില്ലേ? ചെറുതായിട്ട് ഇവിടെ ഒരു നീര് പോലെ ഉണ്ട്, അറിയില്ല. തലനീര് ഇറങ്ങിയതായിരിക്കും. അത് തന്നെ പൊക്കോളൂ. പേടിയാവേ. ഇപ്പം പേടി തുടങ്ങും കേട്ടോ. ഇനി ഇത് എൻ്റെ വായിന്നൊന്നും അറിയാതെ വീണ് പോയേ. ഇന്നലെ ഇപ്പോൾ കുഞ്ഞുവാവയ്ക്കായിരുന്നെങ്കിൽ ഇന്ന് അമ്മ വിളിച്ച് ചേച്ചി ഞങ്ങളോട് പറഞ്ഞോണ്ടിരിക്കും. കണ്ടോ ഒന്ന് പറ. ഫ്ലിപ്കാർട്ടിൽ 29 രൂപയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടോ. ഞാൻ ആദ്യത്തേക്ക് പാമ്പേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 142 എണ്ണം
889 രൂപയ്ക്ക്. ആ പാമ്പേഴ്സ് ചിലവ് കൂടുതലാണ് പനി വന്നേ പിന്നെ കേട്ടോ. കുറച്ച് പാമ്പേഴ്സ് ചിലവ്, ഒരു ദിവസം 10 പാമ്പേഴ്സൊക്കെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. രാത്രിയിൽ വലിയൊരു ഇതില്ലല്ലോ. ഇന്നലെയൊക്കെ 10 വീതം എടുത്തു. ആണോ? ആ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പനി വന്നാലുള്ള അവസ്ഥയാണിത്. ഞാൻ കുറച്ച് നേരം പുറത്തുകൂടിയൊക്കെ ഇറങ്ങി നടന്ന് ഉണ്ണിക്കുട്ടൻ്റെ മീനും കിളിക്കൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് വന്ന് കയറിയതാണ്. ഉണ്ണിക്കുട്ടൻ വന്നിട്ട് നമുക്ക് ഉണ്ണിക്കുട്ടൻ്റെ കിളിയുടെയൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ. അതുകൊണ്ട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.